ഓക്കെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഓക്കെ, നമ്മൾ ആദ്യം ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു ഫോട്ടോയാണ് കാണിച്ചിരുന്നത്. കണ്ടോ, ഒരു ദേവിയുടെ ചിത്രമാണ്. ആരുടെ ദേവിയാണ്? സരസ്വതി ദേവിയാണ്. ഏത് ദേവിയാണ്? സരസ്വതി ദേവി. ഓക്കെ, നമ്മൾ ഫ്രഷ് ആയിട്ട് ഇന്ന് എല്ലാവരും കണി കാണുന്നത് എന്താണ്? സരസ്വതി ദേവിയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ആരംഭിക്കുകയാണ് കറണ്ട് അഫയേഴ്സിലൂടെ. ഏതാണ്? കറണ്ട് അഫയേഴ്സിലൂടെ. അപ്പൊ വീണ്ടും എല്ലാവർക്കും സ്വാഗതം. സൂപ്പർ നോട്ട്സിന്റെ 5 AM ക്ലബിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുപ്രഭാതം. തുടങ്ങാൻ നമുക്ക്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ് സരസ്വതി സമ്മാൻ. ഓക്കെ, നമുക്കറിയാം ഇന്ത്യയിലെ ഉയർന്ന പുരസ്കാരങ്ങളിൽ ഒന്നാണ് ഏത്? സരസ്വതി സമ്മാനം. നമുക്ക് ഒരുപാട് സാഹിത്യ പുരസ്കാരങ്ങൾ അറിയാം. അതിലൊന്നാണ് സരസ്വതി സമ്മാനം. ജ്ഞാനപീഠ പുരസ്കാരമുണ്ട്, JCB പുരസ്കാരമുണ്ട്, അതിലൊന്നാണ് സരസ്വതി സമ്മാൻ. ഓക്കെ, അതിനകത്ത് നമുക്ക് നോക്കാം. സരസ്വതി സമ്മാൻ 2023 ഒരു പ്രത്യേകതയുണ്ട്. 2023 ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? മലയാളിക്കാണ് കിട്ടിയത്, അതാണ് പ്രത്യേകത. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് നോക്കാം. സരസ്വതി സമ്മാനം. സമ്മാന തുക എത്രയാ? 15 ലക്ഷം രൂപയാ. 15 ലക്ഷം രൂപ മാത്രമല്ല, സരസ്വതി ശില്പമുണ്ട്. 15 ലക്ഷം രൂപ മാത്രമല്ല, സരസ്വതി ശില്പമുണ്ട്. ഓക്കെ ആണോ? ഓക്കെ, ഇതാ നോക്കുന്നു. ആദ്യം നമുക്കറിയാം ഈ സരസ്വതി സമ്മാനം ആദ്യം കിട്ടിയത് ആർക്കാണെന്നാണ് പഠിക്കുന്നത്. ആദ്യം കിട്ടിയത് നമുക്കറിയാം സരസ്വതി പൂജ നമുക്കറിയാം അല്ലെ, സരസ്വതി ദേവിയുടെ. അപ്പൊ നമുക്ക് എഴുത്തിനൊക്കെ എഴുത്തും ആദ്യം നമ്മൾ ഹരിശ്രീ അല്ലേ വരയ്ക്കുന്നുള്ളൂ. അപ്പൊ എന്താണ്? ഹരിവംശ റായ് ബച്ചൻ. ആദ്യ ജേതാവ് ആരാണ്? ഹരിവംശ റായ് ബച്ചൻ. ക്ലിയർ ആണോ? ഉറക്കെ പറയൂ, കേൾക്കാം. ഹരിവംശ റായ് ബച്ചൻ. ഓക്കെ, അതിൽ നമുക്ക് നോക്കുന്നു. ഈ പുരസ്കാരം നൽകുന്നത് ആരാണ്? ബിർള ഫൗണ്ടേഷൻ. ആരാണ്? ബിർള ഫൗണ്ടേഷൻ. അപ്പൊ പുരസ്കാരം നൽകുന്ന ആരാണ്? ബിർള ഫൗണ്ടേഷൻ. മറക്കരുത്, ബിർള ഫൗണ്ടേഷൻ. ഒന്നുകൂടെ പറയാം. സരസ്വതി സമ്മാൻ ആരംഭിച്ച വർഷം പറയാമോ? ഞാനിത് കാണിച്ചിട്ടില്ല, നിങ്ങൾ പറയണം. ഒന്ന് പറഞ്ഞേ, ഒന്ന് കമന്റ് ചെയ്തേ. 1991 1991 സരസ്വതി സമ്മാൻ ആരംഭിച്ചത് 1991. ഓക്കെ, സമ്മാന തുക 15 ലക്ഷം രൂപ നൽകുന്നത് ബിർള ഫൗണ്ടേഷൻ. ആദ്യ ജേതാവ് ഹരിവംശ റായ് ബച്ചൻ. ക്ലിയർ? അടുത്തതിലേക്ക് നമ്മൾ പോകുന്നു. ഇത് എന്തിനാണ് നൽകുന്നത്? ഏത് കാറ്റഗറിയിലാണ് നൽകുന്നത് ചോദിച്ചാൽ, ഭരണഘടനയിൽ നമുക്കറിയാം 8ാം ഷെഡ്യൂൾ, ഭരണഘടനയിലെ 8ാം പട്ടികയിൽ പ്രതിപാദിച്ചിട്ടുള്ള 22 ഭാഷകൾക്കും സരസ്വതി സമ്മാനം നൽകും. അത് ഏതൊക്കെയാകാം? ഗദ്യമാകാം, പദ്യമാകാം, ഏത് സാഹിത്യകൃതികൾക്കും ആകാം. ഗദ്യ, പദ്യ, സാഹിത്യകൃതികൾക്കും എന്ത് നൽകാം? സരസ്വതി സമ്മാനം നമുക്ക് നൽകാം. ഓക്കെ, അപ്പൊ നോക്കാം. ഇന്ത്യയിലെ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള 22 ഭാഷകളിലും 8ാം പട്ടികയിൽ പ്രതിപാദിച്ചിട്ടുള്ള 22 ഭാഷകൾക്കും എന്ത് നൽകാം? സരസ്വതി സമ്മാനം നമുക്ക് നൽകാം. ഓക്കെ, അപ്പൊ നമുക്കിപ്പോൾ സരസ്വതി സമ്മാനം ഇത്രയും പ്രാധാന്യം വരാൻ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ 33ാമത് സരസ്വതി സമ്മാൻ 2023 കൊടുത്തത് 33ാമത്തെ സരസ്വതി സമ്മാൻ കിട്ടിയത് ആർക്കാണ്? നോക്കിയേ, മലയാളിയായിട്ടുള്ള പ്രഭാവർമ്മയ്ക്കാണ്. ആർക്കാണ്? പ്രഭാവർമ്മയ്ക്കാണ്. കൃതി നോക്കിയേ, രൗദ്രസാത്വികം. ഉറക്കെ പറയടാ. രൗദ്രസാത്വികം അതൊരു കവിതാ സമാഹാരമാണ്. രൗദ്രസാത്വികം ഒരു കവിതാ സമാഹാരമാണെടാ. ക്ലിയർ ആയിട്ട് പഠിച്ചോ. കാരണം ഇദ്ദേഹം 4ാമത്തെ മലയാളിയാണ്. സരസ്വതി സമ്മാനം നേടുന്ന 4ാമത്തെ മലയാളിയാണ്. ആര്? പ്രഭാവർമ്മ. ഒന്നുകൂടെ പറയാം. അപ്പൊ 33ാമത് സരസ്വതി സമ്മാന ജേതാവ് ആര് എന്ന ചോദ്യമേ ചോദിക്കൂ. ചിലപ്പോ 2023 ചോദിച്ചാലായി എണ്ണം പഠിച്ചു വെക്കണം. 33ാമത് സരസ്വതി സമ്മാന ജേതാവ് പ്രഭാവർമ്മ. ഓക്കെ, കൃതി രൗദ്രസാത്വികം. അതൊരു കവിതാ സമാഹാരം എന്നുകൂടെ ഓർമ്മിക്കുക. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, എത്രാമത്തെ മലയാളിയാണ് പ്രഭാവർമ്മ? 4ാമത്തെ അല്ലേ? അപ്പൊ മറ്റു 3 പേര് ആരൊക്കെയാടാ? അത് നമുക്ക് നോക്കണ്ടേ. മറ്റു 3 പേരെ നോക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷം 23-ലാണല്ലോ നമ്മൾ പഠിച്ചത്. 22-ലാണ് നോക്കാം. 22-ലാണ് ആര്? ശിവശങ്കരി സൂര്യവംശം എന്ന തമിഴ് ഓർമ്മക്കുറിപ്പ്. ശിവശങ്കരി സൂര്യവംശം എന്ന തമിഴ് ഓർമ്മക്കുറിപ്പിനാണ് ലഭിച്ചത്. ശിവശങ്കരിക്ക് സൂര്യവംശം എന്ന തമിഴ് ഓർമ്മക്കുറിപ്പിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ 23 പ്രഭാവർമ്മയാണ്. അടുത്തതിലേക്ക് നമുക്ക് മറ്റു മലയാളികൾ. അപ്പോ സരസ്വതി സമ്മാൻ നേടുന്ന ആദ്യത്തെ മലയാളി ആര് എന്ന് ചോദിച്ചാൽ ബാലാമണിയമ്മ. കൃതി ഏതെന്ന് ചോദിച്ചാൽ ഏതാ? നിവേദ്യം എന്ന കവിതാ സമാഹാരമാണ്. ഓർമ്മിക്കുക, നിവേദ്യം. നേരെ 2ാമത്തെ വ്യക്തി അയ്യപ്പ പണിക്കർ. അദ്ദേഹത്തിന്റെ കൃതിയുടെ പേര് അയ്യപ്പ പണിക്കരുടെ കൃതികൾ അല്ലെങ്കിൽ പണിക്കരുടെ കൃതികൾ എന്ന് പറയും. കവിതാ സമാഹാരം തന്നെയാണ്. 2005. നേരെ 2012-ലേക്ക് വരുന്നു. 12-ൽ സുഗതകുമാരി. കൃതി മണലെഴുത്ത്. അതും കവിതാ സമാഹാരമാണ്. 3 നോക്കാം. 95-ല് ബാലാമണിയമ്മ.
2005 അയ്യപ്പ പണിക്കർ, 2012 സുഗതകുമാരി, 3 കവിതാ സമാഹാരം, 4ാമത് കിട്ടിയതാണ് പ്രഭാവർമ്മ, 2023 അതും കവിതാ സമാഹാരം രൗദ്ര സാത്വിക. ക്ലിയർ ആണോ? ക്ലിയർ? ഒന്നുകൂടെ പറയാം. നമുക്കറിയാം ഇന്ത്യയിലെ ഇന്ത്യൻ ഭരണഘടനയിലെ 8ാം പട്ടികയിൽ പ്രതിപാദിച്ചിട്ടുള്ള 22 ഭാഷകളിലെ ഗദ്യ പദ്യ സാഹിത്യ കൃതികൾക്കാണ് എന്ത് നൽകുന്നത്? സരസ്വതി സമ്മാനം നൽകുന്നത്. ഓക്കെ ആണോ? കിടന്നുറങ്ങരുത്, കൂടെ പറഞ്ഞു വാ. ഓക്കെ, അവിടെ ഓർക്കേണ്ടത് സരസ്വതി സമ്മാനം ആദ്യ ജേതാവ് ആരടാ? ഉറക്കെ പറയടാ. ഹരിവംശറായ് ബച്ചൻ. വെരി ഗുഡ്, ഹരിവംശറായ് ബച്ചൻ. പിന്നെ നമ്മൾ പഠിച്ചത് 2022 ആരെന്ന് ചോദിച്ചാൽ അത് ആരാണ്? ശിവശങ്കരി. തമിഴ് ഓർമ്മക്കുറിപ്പാണ്. സൂര്യവംശം. 33 പ്രഭാവർമ്മ, രൗദ്ര സാത്വികം കവിതാ സമാഹാരം. നമുക്ക് അഭിമാനിക്കാം 4ാമത്തെ മലയാളിയാണ്. അർദ്ധക ശേഷം ബാലാമണിയമ്മ, അയ്യപ്പ പണിക്കർ, സുഗതകുമാരിക്ക് ശേഷം പ്രഭാവർമ്മ. ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെയാണോ? സരസ്വതി സമ്മാനത്തിന് മാക്സിമം കിട്ടും. ബിർള ഫൗണ്ടേഷൻ നൽകുന്നു 15 ലക്ഷം രൂപ. മറ്റൊരു ടോപ്പിക്കിലേക്ക് പെട്ടെന്ന് പോവാം. കടമ്മനിട്ട പുരസ്കാരം. എന്താണ് കടമ്മനിട്ട്? അപ്പൊ നിങ്ങൾ ചിന്തിക്കും, എന്തിനാണ് പെട്ടെന്ന് കടമ്മനിട്ടയിലേക്ക് പോയത്? സരസ്വതി വേറെ, കടമ്മനിട്ട് വേറെ. കടമ്മനിട്ട പുരസ്കാരം എന്ന് പറഞ്ഞാൽ കടമ്മനിട്ട പുരസ്കാരവുമുണ്ട്, കടമ്മനിട്ട സാഹിത്യ പുരസ്കാരവുമുണ്ട്. രണ്ടും രണ്ടാണേ. ഇവിടെ നമ്മൾ പഠിക്കുന്നു കടമ്മനിട്ട പുരസ്കാരം മാത്രമാണ്. എന്തിന് നൽകുന്നു എന്ന് ചോദിച്ചാൽ കേരളത്തില് കവിതയിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരം. അതിനർത്ഥം കവിതയ്ക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. കവിതയിലെ സമഗ്ര സംഭാവന, കുറിച്ചിട്ടോ ഈ പോയിന്റ്. കവിതയിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് ഏതാ? കടമ്മനിട്ട പുരസ്കാരം. സമ്മാനത്തുക നോക്കിയേ, ഒരു വെറൈറ്റി ആണ്. എത്രയാ? 55,555. ഫാൻസി നമ്പർ 55,555. അവിടെ നോക്കേണ്ടത് ആദ്യ ജേതാവ് ONV കുറുപ്പ് 2015 ആദ്യ ജേതാവ് ONV കുറുപ്പ് 2015 കുറിച്ചിട്ടുള്ളൂ. അപ്പോ 2023 കിട്ടിയ ആളെ കണ്ടോ നിങ്ങൾ? പ്രഭാവർമ്മയുടെ. ഏതാണ്? പ്രഭാവർമ്മ. 2023 കിട്ടിയതാണ് പ്രഭാവർമ്മ. ഓക്കെ, അപ്പൊ ഓർക്കേണ്ടത് ഈ പ്രഭാവർമ്മയല്ലേ നമ്മളിപ്പോ സരസ്വതി സമ്മാനം പഠിച്ചത്? സരസ്വതി സമ്മാനം പഠിച്ചപ്പോൾ നമ്മൾ പ്രഭാവർമ്മയല്ലേ പഠിച്ചേ? അപ്പൊ 2023 ഈ പ്രഭാവർമ്മയുടെ ഒരു വർഷമായിരുന്നു. അദ്ദേഹത്തിനാണ് സരസ്വതി സമ്മാനം കിട്ടിയതും അതുപോലെ തന്നെ കടമ്മനിട്ട പുരസ്കാരവും കിട്ടിയത്. ഓക്കെ, അപ്പൊ നമ്മൾ 23 നമ്മൾ നോക്കേണ്ടത് പ്രഭാവർമ്മ. കവിതയിലെ സമഗ്ര സംഭാവനയ്ക്കാണേ, ഓർത്തണേ, 2015 അതുപോലെ 24 വന്നിട്ടുണ്ട് റഫീഖ് അഹമ്മദ്, ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ്. ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയാം, കടമ്മനിട്ട പുരസ്കാരം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പഠിക്കാനുള്ളത് ഇദ്ദേഹത്തിനെ കുറിച്ച് കൃതികളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, നമ്മളപ്പോ പ്രഭാവർമ്മയുടെ കൃതികൾ നമുക്ക് ഇന്ന് നോക്കണം. കാരണം നമുക്കറിയാം ഇദ്ദേഹം ഇത്രയും പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം, അല്ലെ? സരസ്വതി സമ്മാൻ പഠിച്ചു, അതുപോലെ തന്നെ കടമ്മനിട്ടയും പഠിച്ചു. അപ്പൊ നമുക്കിത് ഇദ്ദേഹത്തിന്റെ കൃതികൾ കണ്ടോ? ഇത് കണ്ടപ്പോ തന്നെ നിങ്ങൾ കിടന്നുറങ്ങാൻ തോന്നിക്കാണും. ഇത് കണ്ടപ്പോ തന്നെ കിടന്നുറങ്ങാൻ തോന്നി, അയ്യോ ഇത്രയും ഞാൻ എങ്ങനെ പഠിക്കും? ആകെ അറിയാവുന്നത് എന്താണ്? നമ്മൾ പഠിച്ചു രൗദ്ര സാത്വികം പഠിച്ചു, ബാക്കിയൊന്നും നമുക്കറിയില്ല. അപ്പൊ നമുക്കൊരു ചെറിയൊരു ട്രിക്കിലൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആ ഒരു സെൻസിൽ എടുത്താൽ മതി. ഓക്കെ, നമ്മുടെ കുറച്ച് കഥാപാത്രങ്ങളെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്താണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കഥയിലെ നായിക, നമുക്കൊരു നായികയും നായകനൊക്കെ ഉണ്ട് നമ്മുടെ കഥയിൽ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മുടെ കഥയിലെ നായിക സൗവർണികയെ. നിങ്ങൾ ആരും എന്നെ ശ്രദ്ധിക്കേണ്ട, നായികയെ മാത്രം ശ്രദ്ധിക്കുക. നായിക ഇൻട്രൊഡ്യൂസ് ആയിട്ടുണ്ട്, സൗവർണിക. എന്താണ് സൗവർണിക? സൗവർണിക ഒരു സൈക്കോളജിക്കൽ ഒരു കുട്ടിയാണ്. പക്ഷെ സൗവർണികയുടെ ജീവിതത്തിൽ സംഭവിച്ചൊരു കഥയാണ്. ഇനി ആരും നിങ്ങൾ എന്നെ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ സൗവർണികയിലേക്ക് ശ്രദ്ധിക്കുക. അങ്ങനെ സൗവർണിക അങ്ങനെ ജീവിച്ചു പോയ സമയത്താണ് പെട്ടെന്ന് അവളുടെ നായകനായ ശ്യാം മാധവ് ഇൻട്രൊഡ്യൂസ് ആവുന്നത്. അവർ പെട്ടെന്ന് ഇങ്ങനെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് അവിചാരിതമായി കണ്ടുമുട്ടിയവരാണ്. അവരങ്ങനെ ആർദ്രമായി പ്രണയിക്കുന്നു. അങ്ങനെ തമ്മിൽ എന്ത് ചെയ്യുന്നു? ഇവരെന്തിട്ട് കൊടുക്കുന്നു? ആ ചന്ദനക്കുറിയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്ന സമയത്താണ് അവിചാരിതമായല്ലേ അവർ കണ്ടുമുട്ടിയത്. ഓക്കെ, അവൾ പെട്ടെന്ന് അവനോട് ഒരു തമാശ പോലെ ചോദിക്കുന്നു, നമുക്ക് മഞ്ഞുമ്മൽ ബോയ്സിന് പോകാമോ? അപ്പൊ അവൻ പറഞ്ഞു പറ്റില്ല. ഉടൻ തന്നെ അവളുടെ കണ്ണിൽ എന്ത് വന്നു? രൗദ്രം. കണ്ണിൽ കണ്ണിൽ എന്താണ്? കനൽ. അതാ അവന്റെ തലയിലെ മർമ്മം നോക്കി ഒരൊറ്റയാടി. ആ മർമ്മം നോക്കി എടുത്ത് കാല എന്നൊരു വിളിയും കൂടെ വിളിച്ചു കൊടുത്തു. എന്താണ്? കാല. അവൻ കളഞ്ഞിട്ട് ഒറ്റപ്പോക്ക. കുറച്ചു ദിവസം ശേഷം കാണുന്നു ആ നായികയെ ഒരു പുസ്തകവുമായി നിൽക്കുന്നു. എന്താണ്? ഒരു പുസ്തകവുമായി എന്തെഴുതുന്നു? ഒറ്റയ്ക്ക് സന്ദേഹത്തോടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുന്നു? ഡയറി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ്. മലേഷ്യൻ ഡയറി കുറിപ്പുകൾ. എന്താണ്? മലേഷ്യൻ ഡയറി കുറിപ്പുകൾ. അങ്ങനെയാണ് ആ കുട്ടി എന്തിൽ ചേർന്നത്?
ഫാസിസത്തിൽ പോയി ചേർന്നത് എന്ന കഥയാണ് നമ്മളിവിടെ പറഞ്ഞത്. കണ്ടോ? അപ്പൊ ആ കുട്ടി ഫാസിസത്തിൽ പോയി ചേർന്നു അല്ലെ? എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, അപ്പൊ അതിൽ ഒന്നുകൂടെ ഞാൻ റിവൈസ് ചെയ്യാം. നിങ്ങളിപ്പോ കണ്ടൊരു കഥ ജസ്റ്റ് ഞാൻ ചെറിയൊരു ആൾക്കാരെ വെച്ച് കാണിച്ചതാണ്, ഒന്ന് നോക്കാം നിങ്ങൾക്ക്. അപ്പൊ ഫസ്റ്റ് നായികയുടെ പേര് എന്തായിരുന്നു? സൗവർണിക ഇൻട്രൊഡ്യൂസ് ആയി. ഒന്നുകൂടെ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഒന്നും മനസ്സിലായി കാണില്ല. നായിക എങ്ങനെയുണ്ട്? നമുക്കിവിടെ പരിമിതികളുണ്ട്, അതുകൊണ്ടാണ് ഇത് കാണിച്ചിരുന്നത്. നായിക എങ്ങനെ വരുന്നു, അവളുടെ ഓപ്പോസിറ്റ് ആയിട്ട് നായകൻ വരുന്നു, ശ്യാം മാധവ് വരുന്നു. ഓക്കെ, അവരെന്ത് ചെയ്യുന്നു? പരസ്പരം ചന്ദനക്കുറിയൊക്കെ ഇടുന്നു. ഒരു സിനിമാ പാട്ട് പോലെ ഓർത്താൽ മതി. ചന്ദനക്കുറിയൊക്കെ ഇടുന്നു. അങ്ങനെ അവിചാരിതമായാണ് അവർ കണ്ടുമുട്ടിയത്. ഓക്കെ, അവർ അവിചാരിതമായാണ് ചെയ്തത്, കണ്ടുമുട്ടിയത്. പെട്ടെന്ന് അങ്ങനെ ആർദ്രമായി അവരെന്ത് ചെയ്യുന്നു? പ്രണയിക്കുന്ന ഒരു സീനാണ് നമുക്ക് കണ്ടത്. ഓക്കെ, ഇത് സിനിമയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് വളരെ നല്ലൊരു ഓപ്ഷൻ ഉള്ള ഒരു സീനായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് പരിമിതികളുണ്ട്, നമുക്കിത് ഓർത്താൽ മതി. അങ്ങനെ അവൾ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുമ്പോൾ മഞ്ഞിനോട് വെയിൽ നിന്ന പോലെയും എന്നാണ് കൃതിയുടെ പേര്. മഞ്ഞിനോട് വെയിൽ നിന്ന പോലെയും. ഓക്കെ, അങ്ങനെ പറഞ്ഞു പറ്റില്ല എന്നവൻ പറഞ്ഞതോടെ അവൾക്ക് എന്ത് തോന്നി? രൗദ്രം, ഭയങ്കര ദേഷ്യമാണ്. ഇതിനാണല്ലോ നമുക്ക് എന്ത് കിട്ടിയത്? സരസ്വതി സമ്മാനം. അതുപോലെ തന്നെ കണ്ണിൽ കനൽ, ദേഷ്യം കൊണ്ട് കനൽ, കനൽ ചിലമ്പ്. അതുപോലെ തന്നെ തലയിലെ മർമ്മം എന്ന് പറഞ്ഞാൽ ദലമർമരം എന്നാണ്. ദലമർമരം, ദയാണ് ദലമർമരം, ദലമർമരം. ഓക്കെ, അവനെ കാല എന്ന് വിളിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അതൊരു കൃതി കൂടെ ഉണ്ട്, കാലപ്രയാഗ. എന്താണ്? കാലപ്രയാഗ, കാലപ്രയാഗ. അതാ പോയി അവൻ പറഞ്ഞു നമ്മളെ ബന്ധം ഇതോടെ പൂർണ്ണമായി, ഇനി ഞാനില്ല. അർക്ക പൂർണിമ, അർക്ക പൂർണ്ണമായി. അവൻ പോയവരുടെ ഒറ്റയ്ക്കായി. സന്ദേഹിയുടെ ഏകാന്ത യാത്ര, സന്ദേഹിയുടെ ഏകാന്ത യാത്ര, ദുഃഖത്തോടെയുള്ള യാത്ര, ഏകാന്തമായി. അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് മലേഷ്യൻ ഡയറി കുറിപ്പുകൾ എഴുതിക്കൊണ്ടിരിക്കും. ചില സിനിമകളിലെ കണ്ടിട്ടില്ലേ ഡയറി കുറിപ്പുകൾ? അങ്ങനെ കണ്ടുവന്നു. അവസാനം എവിടെ പോയി ചേർന്നു എന്ന് പറഞ്ഞു? എന്തുകൊണ്ട് ഫാസ്. ഇത്രയുമാണ് നമ്മൾ ഈ കൃതികളിലൂടെ പറഞ്ഞത്. നിങ്ങൾക്ക് ഓക്കെ ക്ലിയർ ആണെന്ന് തോന്നുന്നു? ക്ലിയർ ആണോ? ആണ്. ഇനി അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാതെ ഈ ഒരു കൃതി ഒന്ന് പ്രത്യേകം പഠിക്കണം. ഒറ്റിക്കൊടുത്താലും എന്നെ എൻ സ്നേഹമേ, ഒറ്റിക്കൊടുത്താലും എന്നെ എൻ സ്നേഹമേ. പ്രഭാവർമ്മയുടെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് ഒറ്റിക്കൊടുത്താലും എന്നെ എൻ സ്നേഹമേ എന്ന് നിങ്ങൾ കാണാതെ പഠിച്ചു. അതുകൊണ്ടാണ് അത് മാറ്റി എഴുതി വെച്ചിരിക്കുന്നത്, ഒറ്റിക്കൊടുത്താലും എന്നെ എൻ സ്നേഹമേ. രണ്ട് ടോപ്പിക് നമ്മളിപ്പോൾ ഒരുമിച്ച് കവർ ചെയ്ത ഒരു കൃതിയും രാവിലെ തന്നെ നിങ്ങൾക്ക് ഒരു സിനിമാ സീനും കാണിച്ചു തന്നു. സിനിമാ സീനിൽ നമുക്ക് പരിമിതികളുണ്ട്, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ സരസ്വതി സമ്മാൻ തുടങ്ങി. സരസ്വതി സമ്മാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലെ? ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സരസ്വതി സമ്മാൻ, ദേവിയുടെ ചിത്രത്തോടെ നമ്മൾ ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. വളരെ വളരെ പോസിറ്റീവായിട്ടൊരു ദിവസമായിരിക്കും നമുക്ക് ഇന്ന് അല്ലേ? കാരണം നമ്മൾ വിദ്യയുടെ ദേവത, നമ്മളെല്ലാം പഠിക്കാനിരിക്കുന്നത് അല്ലെ? വിദ്യയുടെ ദേവതയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്, സരസ്വതി ദേവി. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ആ ദേവിയുടെ പേരിലുള്ള ഒരു പുരസ്കാരമാണ് സരസ്വതി സമ്മാൻ. 15 ലക്ഷം രൂപ ബിർള ഫൗണ്ടേഷൻ നൽകുന്നു. അതുപോലെ ആദ്യ ജേതാവ് ഹരിവംശ റായ് ബച്ചൻ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഭരണഘടനയിലെ 8ാം പട്ടികയും 22 ഭാഷകളൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ 33ാമത് സരസ്വതി സമ്മാൻ എടുത്ത് പഠിച്ചോണം. 33 പഠിച്ചോണം. എണ്ണം അതേ ചോദിക്കൂ. അതാണ് പ്രഭാവർമ്മയ്ക്ക് കിട്ടിയത്. കൃതി നമ്മൾ എടുത്തോട്ട് പഠിക്കുന്നു. രൗദ്ര സാത്വികം. അതെന്ത് കാറ്റഗറി? കവിതാ സമാഹാരം. 22-ലാരാണ്? ശിവശങ്കരി. കൃതിയുടെ പേര് സൂര്യവംശം. തമിഴ് ഓർമ്മക്കുറിപ്പാണ്. അതുപോലെ മറ്റു മലയാളികളെ പഠിച്ചു. ബാലാമണിയമ്മ, അയ്യപ്പ പണിക്കർ, സുഗതകുമാരി പഠിച്ചു. അതുപോലെ നമ്മൾ നോക്കിയത് കടമ്മനിട്ട പുരസ്കാരം അടുത്ത് കയറിയതാണ്. സരസ്വതി സമ്മാൻ അവിടെ വിട്ടു. കടമ്മനിട്ട കയറിയപ്പോൾ എന്തിനാണ് കടമ്മനിട്ട പെട്ടെന്ന് കയറുന്ന ചോദിച്ചാൽ അവിടുത്തെ വിജയം ആര് തന്നെ? പ്രഭാവർമ്മ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രഭാവർമ്മയുടെ കൃതികൾ പഠിച്ചത്. ഓക്കെ ആണോ? നിങ്ങൾക്ക് ഓക്കെ ആണോ? നിങ്ങളുടെ കമന്റുകൾ താഴെ പറയുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കൃതികൾ നമ്മളിപ്പോൾ അഭിനയിച്ച് പഠിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ ഹാപ്പി ആണോ, ഇനിയും ഇതുപോലെ വേണമോ, ഇതെല്ലാം നിങ്ങൾ അറിയിക്കുക. മാക്സിമം ഈസി ആയിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോ നമുക്ക് ഇന്നത്തെ ദിവസം ഓക്കെ ആണല്ലോ? എല്ലാവരും ഹാപ്പി ആണല്ലോ? അപ്പൊ കറണ്ട് അഫയേഴ്സ് നമ്മൾ വീണ്ടും ഇതുപോലെ തുടർന്ന് വരികയാണ്. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം.